അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതൊരു പ്രവർത്തനത്തിനും 3 രീതിയിലുള്ള മൂല്യനിർണ്ണയങ്ങൾ ഉണ്ടാകണം എന്ന് പറയാറുണ്ട്. ഒന്ന്, ആ പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പുള്ളതാണ്, ഖബലൽ അമൽ. മറ്റൊന്ന് ഇൻദ അദാഇൽ അമൽ, ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്തുള്ളതാണ്. മൂന്നാമത്തത് ആ പ്രവർത്തനങ്ങൾക്ക് ശേഷം വിലയിരുത്തുക എന്നുള്ളതാണ്. ആദ്യത്തേതിൻ്റെ ഗുണം, മുമ്പ് ഞാനെപ്പോഴെങ്കിലും ഈ പ്രവർത്തനം ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ എനിക്ക് അപാകതകൾ വന്നത് എവിടെയായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള അവസരമാണ്. രണ്ടാമത്തെ, ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മുഹാസബത്തിൻ്റെ ഗുണം, ആ പ്രവർത്തനത്തെ നന്നാക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. പക്ഷെ മൂന്നാമത്തതിലേക്ക് എത്തിച്ചേരുമ്പോൾ, ആ പ്രവർത്തനം കഴിഞ്ഞ് അതിലൂടെ എനിക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ഇല്ല എന്നുള്ള ഉത്തരം ലഭിക്കുമ്പോൾ പിന്നീട് നമ്മളുടെ മനസ്സുണ്ടാകുക അടുത്ത ഒരു അവസരത്തിന് വേണ്ടി കേളുന്ന സാഹചര്യത്തിലാണ്. പരിശുദ്ധ റമളാനിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് നമ്മളുടെ മനസ്സിൽ ധാരാളക്കണക്കിന് ആഗ്രഹങ്ങൾ ഉണ്ടാകും, ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ ലക്ഷ്യത്തിലേക്ക് ഈ റമളാനിൽ എനിക്ക് എത്തിച്ചേരേണ്ടതുണ്ട് എന്ന് നമ്മളുടെ മനസ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകും. പലപ്പോഴും ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് പരസ്പരമുള്ള സംസാരത്തിൽ ചിലരൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്, എൻ്റെ ശരീരത്തിൻ്റെ ഭാരം ഈ രീതിയിലെത്തിയിട്ടുണ്ട്, എൻ്റെ മനസ്സ് അതിന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, മുമ്പ് കാലഘട്ടത്തിൽ ഒരുപാട് പരിശ്രമിച്ചിട്ടും അതിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് സാധിച്ചിട്ടില്ല, ഇത്ര കിലോ ഞാൻ കുറച്ചിട്ടുണ്ട് എൻ്റെ ശരീരത്തിൽ നിന്ന്, ഇത്ര കൊഴുപ്പ് കുറയ്ക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ പരിശുദ്ധ റമളാൻ മാസത്തിൽ. അത് ശാരീരികമായ ചില ലക്ഷ്യങ്ങളുടെ നേടിയെടുക്കൽ മാത്രമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടത് ശാരീരികമായ ലക്ഷ്യങ്ങൾക്കപ്പുറത്തേക്ക് ആത്മീയമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് ഈ അവസാന സന്ദർഭത്തിലെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പരിശുദ്ധ റമളാൻ തുടങ്ങുന്ന സമയം മുതൽ ഈ സമയം വരെ നമ്മളുടെ കാതുകളിൽ ധാരാളക്കണക്കിന് സമയം നമ്മൾ കേട്ടിട്ടുള്ള ആയത്തുകളിൽ ഒന്നായിരിക്കും കുത്തിബ അലൈക്കുമുസ് സിയാം. ആ ആയത്ത് അവസാനിക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടിയിട്ടാണ്. ഒരു മാസക്കാലഘട്ടത്തിലുള്ള പകലും രാത്രിയും നമ്മൾ പരിശ്രമിച്ചിട്ടുള്ളത് തഖ്വ നേടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ നമുക്ക് സാധിച്ചുവോ എന്ന് ഈ സന്ദർഭത്തിലെങ്കിലും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. തഖ്വയുടെ ധാരാളക്കണക്കിന് ഘടകങ്ങളും നിർവചനങ്ങളും നമ്മൾ ഒരുപാട് കേട്ടതായിരിക്കും. 2 കാര്യങ്ങളിലേക്ക് അതിനെ കൂടുതലായും ഒതുക്കുവാൻ നമുക്ക് സാധിക്കും. ഒന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നന്മകളെ ധാരാളമായി ചെയ്യുവാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിൽ റാഷിദീങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹു റുഷ്ദ് നൽകിയിട്ടുള്ള, അതിനെ മലയാളത്തിലേക്ക് അർത്ഥം പറയുന്നത് തൻ്റേടികളായ ആളുകൾ എന്നുള്ളതാണ്. ആ തൻ്റേടികളായ ആളുകളുടെ ഗുണമായി പരിശുദ്ധ ഖുർആൻ എണ്ണുന്നുണ്ട് 2 കാര്യങ്ങൾ. അള്ളാഹു അവരുടെ മനസ്സിലേക്ക് ഈമാനിനോട് ഇഷ്ടമുണ്ടാക്കി കൊടുക്കും. അതോടൊപ്പം തന്നെ ചില 3 കാര്യങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുപ്പുണ്ടാക്കി കൊടുക്കും. വകറഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്തിന്റെ ആ ഒരു ഭാഗം വരുന്നത്. വകറഹ ഇലൈക്കുമുൽ ഫുസൂഖ് വകറഹ ഇലൈക്കും അൽ കുഫ്റ വൽ ഫുസൂഖ് വൽ ഇസ്യാൻ. 3 കാര്യങ്ങളോട് വെറുപ്പുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ തൻ്റേടിയാകുമ്പോൾ എത്തിച്ചേരും. തഖ്വ മനസ്സിലുണ്ടാകുമ്പോൾ എത്തിച്ചേരുന്ന ഒരു ഘട്ടം കൂടിയാണത്.
3 കാര്യങ്ങൾ അവിടെ പറയാണ്. ഒന്ന്, കുഫറിനോട് വളരെ വലിയ വെറുപ്പുണ്ടാകും. കുഫർ ചെയ്യുവാൻ ഇഷ്ടപ്പെടൂല, അതിനെ സഹായിക്കുവാൻ ഇഷ്ടപ്പെടൂല, അതിനോട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സമരസപ്പെടലിനോടും ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളിലേക്ക് അവൻ എത്തിച്ചേരും. ഫുസൂഖ്, അനാവശ്യമായ കാര്യങ്ങൾ, അതല്ലെങ്കിൽ അധാർമികതയായിട്ടുള്ള കാര്യങ്ങൾ, ഈ ഫുസൂഖിനോടും മനുഷ്യന് യാതൊരു തരത്തിലും ഇഷ്ടമില്ലാത്ത സാഹചര്യം മനസ്സിനകത്തേക്ക് കടന്നു വരും. മൂന്നാമത്തത് വൽ ഇസ്യാൻ, അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കുക എന്നുള്ള പ്രവർത്തനത്തോടും മനുഷ്യന്റെ മനസ്സിൽ വെറുപ്പുണ്ടാകും. അത്തരത്തിൽ തഖ്വ നേടിയെടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സംഗതികളോടുള്ള വെറുപ്പ് നമ്മളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ഈ സമയത്ത് പരിശോധിക്കേണ്ടതുണ്ട്. റമളാൻ കഴിഞ്ഞ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നമസ്കാരത്തില് ആ സ്വലാത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, അല്ലാഹുമ്മ അഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു. ആ വാക്കിനെ ഒന്ന് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വമാ അഖർതു, പടച്ചവനെ ഞാൻ ചെയ്യുവാൻ വേണ്ടി ബാക്കി വെച്ചിട്ടുള്ള, പിന്തിച്ചിട്ടുള്ള, ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ചെയ്യാമെന്ന് മനസ്സിൽ കരുതിയിട്ടുള്ള ആ തെറ്റുകളും എനിക്ക് പുറത്തു തരണമേ എന്നാണ്. പക്ഷെ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, റമളാൻ കഴിയുന്ന സമയത്ത് തെറ്റുകളോട് യാതൊരു തരത്തിലും സമരസപ്പെടാത്ത എൻ്റെ മനസ്സ് ഈ ഒരു കാലഘട്ടം കഴിയുമ്പോൾ വീണ്ടും തെറ്റുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ തൻ്റേടികളിൽ നമ്മൾക്ക് ഉൾപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാത്തരം തെറ്റിനോടുമുള്ള ഒരു വൈമുഖ്യം, ആ തെറ്റിലേക്ക് എനിക്ക് പോകുവാൻ പാടില്ല എന്നുള്ള ചിന്ത നമ്മളുടെ മനസ്സിൽ ഈ സന്ദർഭത്തിൽ കടന്നു വന്നിട്ടുണ്ടോ എന്ന് ഈ സന്ദർഭങ്ങളിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം രണ്ടാമത്തെ കാര്യം, നന്മയോടുള്ള അതിയായ ആഗ്രഹമാണ്. ചിന്തിച്ചു നോക്ക് നിങ്ങൾ, ഈ ഒരു കഴിഞ്ഞ ഒരു മാസ കാലഘട്ടം നമ്മെ സംബന്ധിച്ചിടത്തോളം നന്മകളുമായി ഏറെ അടുത്തു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഒന്നായിരുന്നു. ഒരുപാട് സമയം നമ്മൾ നന്മകൾ പ്രവർത്തിച്ചു. മുമ്പ് കാലഘട്ടങ്ങളിൽ ഈ വഖത്ത് മുതൽ ഈ വഖത്ത് വരെയുള്ള ഏതെങ്കിലും ഒരു സമയത്ത് നമസ്കരിച്ചിരുന്ന നമ്മൾ ആദ്യത്തെ ജമാഅത്ത് കിട്ടുവാൻ കൂടുതലായും പരിശ്രമിച്ചു. അത് കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴും അതിനുശേഷം നോമ്പ് തുറന്നതിന് ശേഷം ഇശാ നമസ്കാരത്തിന് ശേഷം വീണ്ടും നമ്മൾ ആരാധനകളിൽ മുഴുകി അല്ലേ. രാത്രിയിൽ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് തറാവീഹൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയാലും പിന്നീടും കിടന്നുറങ്ങാതെ രാത്രികളിൽ ധാരാളമായ ആരാധനകളിലേക്കും പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലേക്കും ഇസ്തിഗ്ഫാറിലേക്കും അള്ളാഹുവിനോടുള്ള ദിക്റിലേക്കും എല്ലാം നമ്മൾ കൂടുതലായി അടുത്തു. അതോടൊപ്പം തന്നെ ഖുർആനുമായുള്ള ബന്ധം നമ്മൾ സ്ഥാപിച്ചു. ധാരാളക്കണക്കിന് സമ്പത്ത് നമ്മളുടെ കയ്യിൽ നമ്മൾ അധ്വാനിച്ച, നമ്മളുടെ വിയർപ്പൊഴുക്കി നമ്മളുടെ സമ്പാദ്യത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടുള്ള ചില സമ്പത്ത്, അതിനോട് നമുക്ക് താല്പര്യമുണ്ടായിരിക്കെ തന്നെ, കൂടുതലായി അതിനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കെ തന്നെ, നമുക്ക് ആ സമ്പത്ത് ആവശ്യമുണ്ടായിരിക്കെ തന്നെ അത് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചു, സ്വതക്ക നൽകി. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു ചിന്തയുണ്ട്, ഇതിനി മതിയായി എന്നുള്ള തോന്നൽ നമ്മളിലേക്ക് കടന്നു വരാൻ പാടില്ല. പിശാച് ഒരു വേള നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇട്ടു തരുന്ന പ്രധാനപ്പെട്ട ചിന്തകളിലൊന്ന് ധാരാളമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞു പോയ കാലഘട്ടം ഒരുപാട് പ്രവർത്തനങ്ങളിലേക്ക് പോയിട്ടുണ്ട്. നീ ഈ സന്ദർഭത്തിൽ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ സംതൃപ്തനാണ്, അതുകൊണ്ട് കുറച്ചൊരു കസിര ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. അതല്ലെങ്കിൽ ചെറിയ ഒരു റെസ്റ്റ് എടുക്കണം എന്നുള്ള ആഗ്രഹം നമ്മളുടെ മനസ്സിനെ വല്ലാതെ ആഗ്രഹിപ്പിച്ചേക്കാം. അതിലെല്ലാം അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത്, സഹോദരങ്ങളെ, നന്മയുടെ കാര്യത്തിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാകാൻ പാടില്ല. ധാരാളമായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളുടെ മനസ്സിനോട് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കാൻ പാടില്ല. മറിച്ച് പോരാ എന്നുള്ളൊരു ചിന്തയുണ്ടായിരിക്കണം, മുആഖബത്ത് ഉണ്ടായിരിക്കണം. നമ്മളുടെ നഫ്സിനെ നമ്മൾ തന്നെയും വീണ്ടും 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 പ്രവർത്തനത്തിന് പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. നേരത്തെ പറഞ്ഞ പിശാചിന്റെ ചിന്തയിലേക്ക് നമ്മൾ ധാരാളമായി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. അതിനെന്ത് വേണം? ഒരു വേള റമളാൻ മാസത്തിൽ പ്രവർത്തിച്ചതുപോലെ ഒരുപാട് സമയം ആരാധനകൾക്കായി മാറ്റിവെക്കുവാൻ നമുക്ക് സാധിച്ചില്ലെന്ന് വരാം. പക്ഷെ റസൂലുള്ള പറയുന്നൊരു കാര്യമുണ്ട്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണെന്നറിയുമോ? അദ്വമുഹു, നിരന്തരമായി ചെയ്യുന്നതാണ്, പതിവായി ചെയ്യുന്നതാണ്, ജീവിതത്തിൽ എല്ലാ ദിവസവും എല്ലാ സന്ദർഭത്തിലും ചെയ്യുന്നതാണ്.
എന്നിട്ട് അതിനോട് ഒരു വാക്കുകൂടി റസൂലുള്ള ചേർത്ത് വെച്ചു, വ ഇൻ ഖല്ല, എത്ര കുറഞ്ഞാലും, വ ഇൻ ഖല്ല, അതിൽ കുറവ് വന്നാലും. ഒരു വേള രാത്രി നമസ്കാരം 11 റക്അത്ത് ദീർഘമായി 1-2 മണിക്കൂർ അടുത്ത് ഖിയാമുൽ ലൈലായിട്ടും തറാവീഹായിട്ടും ഒക്കെ നമ്മൾ നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അതിന്റെ അദ്വമുഹു എന്ന് പറയുന്ന ഭാഗം എവിടെയാ കടന്നു വരേണ്ടത്? നമ്മൾ നമ്മളുടെ ദിവസത്തെ ദുനിയാവിലേക്ക് ഇറങ്ങുന്ന സമയത്ത് റമദാൻ കഴിഞ്ഞ് ആ ചിന്തകളിൽ നിന്ന് പതിയെ പതിയെ നമ്മൾ വിട്ട് ദുനിയാവിലേക്ക് ധാരാളമായി കടന്നു വരുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, എന്റെ സമയത്തിൽ, അള്ളാഹു എനിക്ക് അനുവദിച്ച സമയത്തിൽ എത്ര സമയം റബ്ബിന് വേണ്ടിയിട്ട് ചുരുങ്ങിയത് എല്ലാ ദിവസവും എനിക്ക് നമസ്കരിക്കുവാൻ സാധിക്കുമെന്നുള്ള ചിന്തയിലേക്ക് പോകുക. ഒരു വേള നമുക്ക് ഉത്തരം ലഭിക്കും, 5 റക്അത്തായിരിക്കും സാധിക്കുക. അതല്ലെങ്കിൽ രാത്രിയിൽ ഇശാക്ക് ശേഷം ഒരു 3 റക്അത്ത് വിത്റിനായിരിക്കും സാധിക്കുക. അതല്ലെങ്കിൽ സുബഹ് നമസ്കാരത്തിന് തൊട്ട് മുമ്പ്, സുബഹ് ബാങ്കിന് തൊട്ട് മുമ്പ് കുറച്ചധികം സമയം നമസ്കരിക്കുവാനായിരിക്കും എനിക്ക് സാധിക്കുക. ഇത് എനിക്ക് പതിവായി ചെയ്യുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ പതിവായി ചെയ്യുന്നത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളതാണ്. ഈ റമദാൻ അതിലൂടെ പ്രൊഡക്റ്റീവായി എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. എന്താണ്? ഒരു നന്മ തുടർന്ന് കൊണ്ടുപോകുവാനുള്ളത് എനിക്ക് ലഭിച്ചു. ഒരു നന്മ തുടർന്ന് കൊണ്ടുപോകുവാനുള്ള എൻ്റെ ജീവിതത്തിൽ എന്നോട് കൂട്ടാകുന്ന, എൻ്റെ പതിവാകുന്ന, ഞാൻ എൻ്റെ ജീവിതത്തിന്റെ പതിവായി ചേർത്ത് വെക്കാവുന്ന ഒരു നന്മ എനിക്ക് ലഭിച്ചു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. സഹോദരങ്ങളെ, ആ ഒരു നിയ്യത്ത് ഈ സന്ദർഭത്തിൽ നമ്മളിലേക്ക് കടന്നു വന്നു. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. മുദാവമത്തുൽ അഅ്മാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രവർത്തനങ്ങൾ ധാരാളമായി ചെയ്യുക. ഒരു ഗ്രാഫ് നമ്മളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് അതിന്റെ ഗ്രാഫ് ഇങ്ങനെ കുത്തനെ ഉയർന്ന് വീണ്ടും താഴോട്ട് പോകുന്ന സാഹചര്യങ്ങളിലേക്ക് എത്താതിരിക്കുക. മറിച്ച് നന്മകൾ ധാരാളമായി ചെയ്യുവാനുള്ള അവസരം നമുക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം. പരിശുദ്ധ ഖുർആൻ ധാരാളം സമയം ഖതം തീർത്ത ആളുകൾ ഉണ്ടാകും. പരിശുദ്ധ ഖുർആനിനെ കൂടുതലായി പൂർണ്ണമായും ഓതി തീർത്തിട്ടുള്ള ആളുകൾ ഉണ്ടാകും. പക്ഷേ പിന്നീട് ജോലി തിരക്കും മറ്റുള്ള തിരക്കുകളിലേക്കുമൊക്കെ കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വരുമാനത്തിന് വേണ്ടി ഞാൻ തേടുന്ന സമയം മാറ്റിവെച്ചു കഴിഞ്ഞാൽ പിന്നീട് ഖുർആനുമായി അടുക്കുവാനുള്ള എനിക്കുള്ള സമയം എത്രയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ പറയുമായിരുന്നു, ഓരോ വഖത്തിന് ശേഷവും 20 പേജ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ പരിശുദ്ധ റമദാൻ കഴിയുമ്പോഴേക്ക് നമ്മളുടെ ജീവിതത്തിൽ ഒരു ഖത്തമെങ്കിലും തീർന്നിട്ടുണ്ടാകും എന്നുള്ളത്. പക്ഷെ നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത്, ഇനി അങ്ങോട്ടുള്ള സന്ദർഭത്തിൽ ഓരോ വഖത്ത് കഴിഞ്ഞാലും എനിക്ക് ഇത്ര പേജ് പാരായണം ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദിവസവും പാരായണം ചെയ്യുവാൻ കഴിയുന്ന സമയം എത്രയാണ്? ഒരു പേജാണ് എനിക്ക് മാറ്റിവെക്കുവാൻ കഴിയുന്നത് എങ്കിൽ അതിലേക്ക് ഞാൻ പോകേണ്ടതുണ്ട്. അതിനെയാണ് സഹോദരങ്ങളെ മുദാവമത്തുൽ അഅ്മാൽ എന്ന് പറയുന്നത്. പ്രവർത്തനങ്ങൾ നിരന്തരമായി കൊണ്ടുപോവുക, പതിവാക്കുക. നമ്മളിലേക്ക് കൂടുതലായി പ്രവർത്തനങ്ങളെ കൊണ്ടുവരുവാൻ നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കുക. മറ്റൊന്ന് നോക്കും നിങ്ങൾ, നാഫിലത്തിലേക്ക് നമ്മൾ കൂടുതലും പോയിട്ടുണ്ടായിരുന്നു. ഒരു മാസക്കാലഘട്ടം ദിവസവും നമ്മൾ നോമ്പെടുത്തു. ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും, ഒരു വേള ജോലി തിരക്കുകൾ ഉണ്ടായിട്ടും, മറ്റുള്ള പ്രശ്നങ്ങളും ചൂടുമൊക്കെ ഉണ്ടായിട്ടും നമുക്ക് നോമ്പെടുക്കുവാൻ സാധിച്ചു. പക്ഷേ അവിടെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു ആഴ്ചയിൽ 2 ദിവസമാണ് സുന്നത്തായ നോമ്പുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. അതോട് ചേർത്ത് ഒരു മാസത്തിൽ 3 നോമ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതോട് ചേർത്തുകൊണ്ട് മറ്റൊന്ന് നമുക്ക് സംവിധാനിച്ചിട്ടുള്ളത്. ഒരു മാസം പൂർണ്ണമായും നമുക്ക് നോമ്പെടുക്കുവാൻ സാധിക്കുമെങ്കിൽ ആഴ്ചയിലുള്ള 2 ദിവസത്തെ നോമ്പ് നമുക്ക് സാധിക്കും. മാസത്തിലുള്ള 3 ദിവസത്തെ അയ്യാമുൽ ബീദ് 13, 14, 15 തീയതികളിലെ നോമ്പ് നമുക്ക് സാധിക്കും. അത് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പതിവിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന സമയത്ത് റമദാനിൽ നിന്ന് പതിവാക്കാവുന്ന, നമ്മളുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാവുന്ന ഒരു പ്രവർത്തനം ഒന്നെങ്കിലും നമുക്ക് ലഭിച്ചു എന്ന് പറയുവാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താ? നന്മകൾ വഴിയിൽ ഉപേക്ഷിക്കുന്നവരാകരുത്. നമ്മളുടെ ലക്ഷ്യം അതായിരുന്നില്ല. നമ്മളുടെ ലക്ഷ്യം എന്തായിരുന്നു? നന്മകളിൽ ധാരാളമായി മുന്നേറുക എന്നുള്ളതായിരുന്നു. ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു. നാളെ പരലോകത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി, വലത് കയ്യിൽ ഇങ്ങനെ ഗ്രന്ഥം ലഭിച്ചിട്ട്
പരലോകത്തിലെത്തിയിട്ട് ദുനിയാവിൽ വെച്ച് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോന്നുമായി മറിച്ചു നോക്കി അത് കണ്ട് ആസ്വദിച്ച് സ്വർഗത്തിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതായിരുന്നു നമ്മളുടെ ലക്ഷ്യം. ഈ പരിശുദ്ധ റമദാനിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ധാരാളക്കണക്കിന് നന്മകൾ നമ്മളുടെ പേജിലേക്ക്, നമ്മളുടെ കിതാബിലേക്ക്, കർമ്മരേഖയിലേക്ക് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ടാകും. പക്ഷെ തുടർന്ന് അങ്ങോട്ടും അതുണ്ടായിരിക്കണം. വഴിയിൽ ഉപേക്ഷിക്കുന്നവരാകരുത്, വഴിയിൽ ആ നന്മകളെ മാറ്റിവെക്കുന്നവരാകരുത്, ആ ചെയ്തു വെച്ചിട്ടുള്ള നന്മകളെല്ലാം നഷ്ടപ്പെടുത്തുന്നവരാകരുത്. ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ, വലാ തകൂനു കല്ലതി നഖലത ഗസ്ലഹ. ശക്തമായ കയറ് പിരിച്ചതിന് ശേഷം അതിന്റെ ഓരോ ഇഴകളായി ഇങ്ങനെ അതിനെ ഇല്ലാതെയാക്കി പിരിച്ചെടുത്തുകൊണ്ട് അതിന്റെ എല്ലാ ശക്തികളും നശിപ്പിക്കുന്ന ഒരുവളെപ്പോലെ നിങ്ങളായിത്തീരരുത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് ഒരു ശക്തമായ ഉരുക്ക് കോട്ടക്കുള്ളിലാണ്. നമ്മളിലേക്ക് പിശാച് പല വഴിയിലും കയറുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഈ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ കൊണ്ട്, ആ കാലഘട്ടത്തിൽ നമ്മൾ നേടിയെടുത്ത ഈമാൻ കൊണ്ട്, ആ ഈമാനിന്റെ ശക്തി കൊണ്ട്, പരലോകബോധം കൊണ്ട്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട്, ഇങ്ങനെ ഒരുപാട് കല്ലുകൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് വലിയ ഒരു കോട്ട നമ്മൾ കെട്ടിയിട്ടുണ്ട്. ആ പിശാചിൽ നിന്നും നമ്മൾ നമ്മളെ തന്നെ, നമ്മളുടെ നഫ്സിനെ തന്നെ തടയുന്നുമുണ്ട്. പക്ഷെ നമ്മൾക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വാതിൽ തുറന്നാൽ നമ്മളുടെ ജീവിതത്തിൽ ആ പിശാചിന് നമ്മുടെ നഫ്സിലേക്ക് കയറി വരുവാൻ, ശൈത്വാന് നമ്മുടെ നഫ്സിലേക്ക് കയറി വരുവാൻ ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ആ വാതിലുകളിലൂടെ പിശാച് നമ്മളിലേക്ക് ധാരാളമായി പ്രവേശിച്ചു കൊണ്ടിരിക്കും. അവസാനം നമ്മളെ കീഴൊതുക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ആ പിശാച് കടന്നു പോകുന്ന, ശൈത്വാൻ നമ്മെ കീഴ്പ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതിനെക്കുറിച്ചുള്ള ചിന്തയുള്ളവരായി തീരേണ്ടതുണ്ട് നമ്മൾ. അതുകൊണ്ട് തന്നെയും അതിനുള്ള ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിന്നിലേക്ക് ഉറപ്പായ ഒന്ന് കടന്നു വരുന്നത് വരെ നീ അള്ളാഹുവിനെ ആരാധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞുകൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മളുടെ ആരാധനകൾ. മറിച്ച് ജീവിത കാലയളവിൽ നമുക്ക് എത്ര കാലം ആയുസ്സുണ്ടോ അത്രയും കാലയളവിൽ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ട ആളുകളാണ്. ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ആരാധനകളും തുടർന്ന് കൊണ്ടുപോകേണ്ടവരാണ് എന്നുള്ള ചിന്ത സഹോദരങ്ങളെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരേണ്ടതുണ്ട്. മറ്റൊന്ന് ആലോചിക്കേണ്ടത്, എത്ര കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുള്ള ഇന്ധനം നിറച്ചിട്ടുള്ളത് എന്നാണ്. നമ്മളുടെ ലോകത്തിൽ യുദ്ധം നടക്കുമ്പോൾ, ഒരു വേള പല വീടുകളിലും ആശങ്കകൾ ഉണ്ടാകുമ്പോൾ, വാർത്തകൾ വ്യാജ വാർത്തകളായി ഇനി നമ്മളുടെ വീട്ടിലേക്കുള്ള ഇന്ധനം ലഭിക്കുകയില്ല എന്നുള്ള വ്യാജ വാർത്തകൾ പോലും വന്നപ്പോൾ നമ്മൾ കൂടുതലായും ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള ആളുകളാണ്. ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ വീട്ടിലേക്കുള്ള ഇന്ധനം നിറച്ചു വെക്കേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചവരാണ്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം ഉണ്ടാകണമെങ്കിൽ റമദാനിൽ ഇന്ധനം നിറയ്ക്കണം എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വരികയും, എത്ര കാലഘട്ടത്തിലേക്കുള്ള സ്റ്റോക്കാണ്, ഈമാനിന്റെ സ്റ്റോക്കാണ് നമ്മളുടെ മനസ്സിലുണ്ടായിട്ടുള്ളത് എന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ അടുത്ത ഏപ്രിൽ മാസം ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സന്ദർഭത്തിലും അയാളുടെ സ്വഭാവം ഒന്നായിരിക്കണം. എല്ലാ സന്ദർഭത്തിലും സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണം അയാൾക്കുണ്ടായിരിക്കണം. പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ ആ സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിലൂടെ സഞ്ചരിച്ച ആളുകളായിരുന്നു. ആരെങ്കിലും നമ്മൾക്ക് എതിരായി സംസാരിക്കുമ്പോഴും അവിടെ തർക്കത്തിനുള്ള വകയുണ്ടാകുമ്പോഴും ആ തർക്കത്തിലേക്ക് പോകാത്ത ആളുകളായിരുന്നു. മറ്റൊരാളെ ചീത്ത പറയുവാൻ നമ്മളുടെ മനസ്സ് വെമ്പിയപ്പോഴും ഒരു വേള നമ്മളുടെ മനസ്സിനെ നമ്മൾ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. വേറൊരാളെ കുറിച്ച് വന്നിട്ടുണ്ടായിരുന്ന ആരോപണങ്ങൾ റമദാൻ മാസമാണ് എന്ന് കരുതിയിട്ട് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. ഗീബത്ത് പറയാതിരുന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു മനുഷ്യനെ കളിയാക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. പലപ്പോഴും ഇനി വരുന്ന ഒരു സാഹചര്യം, അതൊരു രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കട്ടെ, ഒരു സാധാരണ മനുഷ്യനാകട്ടെ, ഏതെങ്കിലും പാർട്ടിയോടോ പ്രസ്ഥാനത്തോടോ അനുഭാവമുള്ള ആളുകളായിരിക്കട്ടെ, അവരെല്ലാം ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളെ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഈമാൻ കൈവിടുന്ന സന്ദർഭങ്ങളിലൊന്നാണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന വിഭാഗങ്ങൾ ഉണ്ടാകും, നമ്മൾ ഇഷ്ടപ്പെടുന്ന പാർട്ടികൾ ഉണ്ടാകും, നമ്മൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാകും.
അവർക്കെതിരായി നിൽക്കുന്ന ആളുകളെ കുറിച്ചുള്ള വാർത്തകളും സംസാരങ്ങളും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ റമളാനിൽ നമ്മൾ നേടിയെടുത്ത സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് കോട്ടം തട്ടുന്ന ഒരു പ്രവർത്തനവും എന്റെ ഭാഗത്ത് നിന്നുണ്ടാകുവാൻ പാടില്ല എന്നുള്ള ചിന്ത നമ്മളുടെ മനസ്സിനെ കൂടുതലായും ശക്തിപ്പെടുത്തി നിർത്തേണ്ടതുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ഉത്തമ സ്വഭാവത്തിനുടമയായിരുന്നു. അത് എല്ലാ കാലഘട്ടത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പരിശീലിപ്പിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. എന്റെ അടിസ്ഥാന വികാരങ്ങളെ പിടിച്ചു നിർത്താൻ എനിക്ക് സാധിച്ചിരുന്നു. എന്റെ അടിസ്ഥാന വികാരങ്ങളായ പലതിനെയും ഇല്ലാതെയാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് പോകുന്ന സന്ദർഭത്തിൽ എന്റെ ദേഹേച്ഛക്ക് അനുസരിച്ചുകൊണ്ട് ഞാൻ ആ രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഒരു വേള ആ നേടിയെടുത്തിട്ടുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം റമളാൻ മാസത്തിൽ നമ്മളിലേക്ക് നേടിയെന്ന് നമുക്ക് ഉറപ്പിക്കേണ്ട സംഗതികളിലൊന്നാണ് മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പാപമോചനം ഉണ്ടാകണം. പടച്ചവൻ നമ്മളുടെ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെട്ടവരായ റബ്ബിനെ കണ്ടുമുട്ടുവാനുള്ള അവസരം നമുക്കൊരുക്കി തരണം. അതിനെന്ത് വേണ്ടിയിരുന്നു? അള്ളാഹുവിനോട് നിരന്തരം ചോദിക്കേണ്ടിയിരുന്നു. നമ്മൾ എല്ലാ നമസ്കാരത്തിന്റെ സമയത്തും ഓരോ നമസ്കാരത്തിലും അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലേ, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ റബ്ബേ. 2-3 സന്ദർഭങ്ങളിൽ ആ പ്രാർത്ഥന നമ്മൾ നമസ്കാരത്തിന്റെ ഭാഗത്ത് ചൊല്ലുന്നുണ്ട്, അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. അവസാനം നമ്മളുടെ ജീവിതം അവസാനിച്ചുകൊണ്ട് നമ്മൾ മരണപ്പെട്ട് കിടക്കും. ആ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് നമ്മളുടെ ചുറ്റുമുണ്ടായിരുന്ന, നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ നമ്മൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുവാൻ വേണ്ടി കടന്നു വരും. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണമേ റബ്ബേ, ഇദ്ദേഹത്തോട് നീ കരുണ കാണിക്കണമേ റബ്ബേ, കാരുണ്യം ചൊരിയണമേ റബ്ബേ. അതായത് ജീവിത കാലയളവിൽ മുഴുവനും 5 നേരത്തെ നമസ്കാരത്തിലൂടെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതും നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി മറ്റുള്ളവർ നമുക്ക് വേണ്ടി തേടുന്നതും ഇതേ മഗ്ഫിറത്താണ്. പരിശുദ്ധ റമളാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഗ്ഫിറത്ത് നേടിയെടുക്കണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, റഗിമ അൻഫുൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന 3 വിഭാഗം ആളുകളുണ്ട്. അത് നേടിയെടുക്കുവാൻ സാധിക്കാത്തവർക്ക് നാശമെന്ന് പറയുന്നിടത്ത് ഒരു റമളാൻ മാസം നമ്മളിലൂടെ കടന്നുപോയിട്ട് ആ റമളാൻ മാസത്തിലൂടെ മഗ്ഫിറത്ത് നേടിയെടുക്കുവാൻ കഴിയാത്ത ഒരാൾക്ക് നാശമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെ ചിന്തിച്ചു നോക്കും നിങ്ങൾ, നാളെ പരലോകത്തിലെത്തുമ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ കർമ്മരേഖയിൽ ഉണ്ടാകുവാൻ പാടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. അങ്ങനെ തെറ്റുകൾ മാത്രം നിറഞ്ഞിട്ടുള്ള ഒരു കർമ്മരേഖ ലഭിച്ച ഒരു മനുഷ്യൻ പരലോകത്തിലെത്തിയിട്ട് അള്ളാഹുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അയാളോട് തന്നെയും പറയുന്ന ഒരു കാര്യമുണ്ട്. യാ ലൈതനീ ലം ഊത കിതാബിയ, പടച്ചോനെ എനിക്ക് ഈ ഗ്രന്ഥം ായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അത്രയേറെ തെറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള, തിന്മകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥം മനുഷ്യന്റെ കയ്യിലേക്ക് ആ സന്ദർഭത്തിൽ ലഭിക്കുന്നുണ്ട്. പക്ഷെ നോക്കൂ നിങ്ങൾ, നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്, നന്മകൾ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്, അല്ലാഹുവേ ഈ പ്രവർത്തനങ്ങൾ എന്റെ കർമ്മരേഖയിൽ ഉണ്ടാകാൻ പാടില്ല, ഈ സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്റെ കർമ്മരേഖയിൽ ഉണ്ടാകരുത്, അത് മായ്ച്ചു കളയേണ്ടതുണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അങ്ങനെ ഒരു അവസരത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹ, വിശ്വസിക്കുക, തൗബ ചെയ്യുക, വഅമില അമലൻ സ്വാലിഹ, സൽകർമ്മം പ്രവർത്തിക്കുക, ഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഹസനത്തുകൾ, സയ്യിഅത്തുകൾ മായ്ച്ചു കളഞ്ഞ്, തിന്മകൾ മായ്ച്ചു കളഞ്ഞ് അവിടെ നന്മകൾ ചേർത്ത് വെക്കുന്ന സാഹചര്യമുണ്ടാകും. സഹോദരങ്ങളെ, ഇതും നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കേണ്ടിയിരുന്നതാണ്. ഒരു റമളാൻ മാസത്തിന്റെ രാത്രികളിൽ മാറിയിരുന്നു കൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിയിട്ടുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ട്, മഗ്ഫിറത്ത് തേടിയിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് നമ്മളിലേക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതിന്റെ പരിണിത ഫലം എന്താ? ഇനി അങ്ങോട്ടുണ്ടാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആ തെറ്റുകൾക്ക് തുടർച്ചയുണ്ടാവുകയില്ല, ആ തെറ്റുകളുടെ ആവർത്തനം ഉണ്ടാവുകയില്ല, ആ തെറ്റുകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയില്ല, അത് ചെയ്യണമെന്നുള്ള ചിന്ത നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരികയില്ല. പലപ്പോഴും
ആ ഒരു മാസ കാലഘട്ടത്തിന് മുമ്പ് നമ്മൾ നിർത്തിവെച്ചിട്ടുള്ളത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിർത്തിവെച്ചിട്ടുള്ളത്. ഇനി അതിലേക്കൊരു തിരിച്ചുപോക്കുണ്ടാവുകയില്ല. അത് മഗ്ഫിറത്ത് തേടിയതിന്റെ കൂടി ഗുണമാണ്. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിലല്ലെങ്കിൽ നിങ്ങൾ കരുതുന്നുണ്ടോ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് രോഗശയ്യയിലായിക്കൊണ്ട് നമുക്ക് മഗ്ഫിറത്തിനുള്ള അവസരം നൽകുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ ഓരോ പള്ളികളിലേക്കും കടന്നു പോകുമ്പോൾ, ഓരോ വെള്ളിയാഴ്ചകളിലും അവിടുത്തെ ഖത്തീബ് ഓരോരുത്തർക്കും വേണ്ടി, മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നല്ലൊരു വിഭാഗം ആളുകളും സഹോദരങ്ങളെ പെട്ടെന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളാണ്. ഒരു വേള ഒരു സമയം കഴിഞ്ഞ് വിശ്രമിക്കുവാൻ വേണ്ടി കിടന്നവർ രാവിലെ പള്ളിയിലേക്ക് വരാൻ വേണ്ടി വുളൂ എടുത്തപ്പോ ക്ഷീണം കൊണ്ട് ഇരുന്നു പോയവർ, ഇവരിൽ ചിലരൊക്കെ മരണപ്പെട്ടുകൊണ്ടാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. നമ്മൾ ഇനിയും മഗ്ഫിറത്തിന് അവസരമുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്യുവാൻ അവസരമുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഒരുപാട് സമയം നമ്മൾ ഇനിയും നീട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ നമുക്കിനി ഒരു അവസരമുണ്ട് എന്ന് എവിടെയാ സഹോദരങ്ങളെ പറയാൻ സാധിക്കുക? അതുകൊണ്ടാണ് നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കേണ്ടത്. ഈ ഒരു കാലഘട്ടത്തിൽ മഗ്ഫിറത്ത് നേടിയെടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ആ മഗ്ഫിറത്ത് നേടിയെടുത്താൽ അതൊരു സന്തോഷമാണ്. നാളെ പരലോകത്തിലെത്തുമ്പോൾ നമ്മളുടെ നഫ്സിനെ എങ്ങനെ നോക്കുന്ന സമയത്ത് ചീത്ത കാര്യങ്ങളിൽ നിന്ന്, അഴുക്കിൽ നിന്ന് വെള്ളവസ്ത്രം ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ നമ്മളുടെ നഫ്സിന് ശുദ്ധീകരിക്കപ്പെട്ട് ഏറ്റവും വെളുപ്പായ അവസ്ഥയിൽ, ഏറ്റവും വൃത്തിയുള്ള അവസ്ഥയിൽ, പാപത്തിന്റെ എല്ലാ കറകളും ഇല്ലാതെയായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നുകൂടി ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. ഇതൊക്കെയായിരുന്നു നമ്മളുടെ ലക്ഷ്യം, അല്ലേ? പരിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പ് റമദാനിനെ കുറിച്ചുള്ള ക്ലാസ്സുകളിലെല്ലാം നമ്മൾ കേട്ടത്, ഒന്ന് തഖ്വ നേടിയെടുക്കണം, മഗ്ഫിറത്ത് നേടിയെടുക്കണം, സൽസ്വഭാവം നേടിയെടുക്കണം, അതോടൊപ്പം തന്നെ നരകത്തിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിക്കണം. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അള്ളാഹുവിന്റെ യഥാർത്ഥരായ അടിമകളുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിൽ ഒന്ന് തന്നെയും അതാണ്, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ. പടച്ചവനെ, പരലോകത്തിലെത്തുമ്പോ ആ നരകശിക്ഷയിൽ നിന്നും എന്നെ നീ അകറ്റണമേ റബ്ബേ. കാരണം എന്താ? ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മഖാമ. അത് നരകമെന്ന് പറയുന്നത് ഏറ്റവും മോശം സങ്കേതമാണ്, ഏറ്റവും നല്ലതല്ലാത്ത സങ്കേതമാണ്, ഏറ്റവും മനുഷ്യന് സഹിക്കുവാൻ കഴിയാത്ത സങ്കേതമാണ്. റസൂലുള്ള അവിടെയും നമുക്ക് ചില സന്തോഷ വാർത്തകൾ നൽകി. ആ സന്തോഷ വാർത്തകളിൽ ഒന്നെന്തായിരുന്നു? റമദാനിലെ ഓരോ രാത്രികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്ക് നരകമോചനം നൽകുന്നുണ്ട്. അതിന് വിശദീകരിക്കുന്നിടത്ത് ചിലർ പറഞ്ഞു അത് ഇഫ്ത്വാറിന്റെ സമയത്താണ്, നോമ്പ് തുറക്കുന്ന സമയത്താണ്. നമ്മൾ തുറന്നിട്ടുള്ള നോമ്പുകളുടെ എണ്ണം ഇങ്ങനെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ എണ്ണത്തിലേക്ക് നമ്മളിങ്ങനെ പോയിട്ട് ഓരോ ദിവസത്തെ നോമ്പ് തുറക്കുമ്പോൾ അള്ളാഹു നരകമോചനം നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടുവോ എന്ന് ചിന്തിക്കേണ്ടതില്ലായിരുന്നു? ഇപ്പോഴും നമുക്ക് ഉറപ്പുണ്ടോ അള്ളാഹു ആ നരകമോചനം നൽകിയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്? എത്ര സന്ദർഭത്തിൽ നമ്മളത് ചോദിച്ചിട്ടുണ്ടാകും. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചിട്ടുള്ള ചില പ്രാർത്ഥനകളുണ്ടല്ലോ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, പടച്ചവനെ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീക്കാത്ത് സംരക്ഷിക്കണമേ റബ്ബേ എന്നൊക്കെ പറയുന്ന ആ പ്രാർത്ഥനകളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സന്ദർഭങ്ങളാണിത്. ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്, ഈ ചിന്തകളിലൂടെ, ഈ മുഹാസബത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ധാരാളമായി പ്രവർത്തിച്ചതിന്റെ സംതൃപ്തിയിലുണ്ടാകുന്ന ഒരു മടുപ്പും അതോടൊപ്പം തന്നെ ഒരു കസിലും ഒരു റെസ്റ്റും ഒരു വിശ്രമവും ഒന്നും നമ്മളുടെ ജീവിതത്തെ ബാധിക്കുകയില്ല. മറിച്ച് കൂടുതലായ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതോടൊപ്പം അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, സഹോദരങ്ങളെ, നമ്മൾ ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്, നമ്മൾ എണ്ണുന്നുണ്ട്. 28 നോമ്പുകൾ നമ്മൾ പൂർത്തീകരിച്ചു. ഇന്നത്തോടുകൂടി 29 നോമ്പുകൾ നമ്മൾ പൂർത്തീകരിക്കും. പക്ഷെ അത് നമ്മളുടെ കണക്കിലാണ്. ഇത്ര പേജ് ഞാൻ ഖുർആൻ ഓതിയിട്ടുണ്ട്, ഇത്ര ഖത്തം ഞാൻ തീർത്തിട്ടുണ്ട്, അത് നമ്മളുടെ കണക്കിലാണ്. ഇത്ര രാത്രികളിൽ ഞാൻ തറാവീഹ് നമസ്കരിച്ചിട്ടുണ്ട്, രാത്രി നമസ്കാരത്തിനായി വീടുകളിൽ നിന്ന് പള്ളിയിലേക്ക് പോയിട്ടുണ്ട്, അതല്ലെങ്കിൽ വീടുകളിൽ നിന്ന് തന്നെ നമസ്കരിച്ചിട്ടുണ്ട്.
പക്ഷെ അതും സഹോദരങ്ങളെ നമ്മളുടെ കണക്കിലാണ്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? അള്ളാഹു ഇത് സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എന്റെ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം, വല്ലദീന യുഅ്തൂന മാ ആതൂ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അവര് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഅ്മിനൂനിലെ ഒരു വചനത്തെക്കുറിച്ചാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വചനം ഇങ്ങനെ പാരായണം ചെയ്യാണ്. വല്ലദീന യുഅ്തൂന മാ ആതൂ വഖുലൂബുഹും വജിലത്തുൻ. അല്ലാഹുവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവരുടെ മനസ്സ് വിറകൊണ്ടുകൊണ്ട് ചെലവഴിക്കുന്ന ആളുകളായിരിക്കും അവർ എന്ന് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, കള്ളു കുടിച്ചവരായിരിക്കില്ലേ അവര്? അതല്ലെങ്കിൽ വ്യഭിചരിച്ചവരായിരിക്കോ, കട്ടെടുത്തവരായിരിക്കോ എന്നൊക്കെ ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി പറയുന്ന മറുപടി എന്താണെന്നറിയോ? അല്ല, നമസ്കരിച്ചവരാണ്, അമല സ്വാലിഹാത്ത് ചെയ്തവരാണ്, നോമ്പെടുത്തവരാണ്, നല്ല കാര്യങ്ങൾ ചെയ്തവരാണ്. പക്ഷെ അവരുടെ പേടി എന്താ? എന്റെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുമോ എന്നുള്ളതാണ്. എന്റെ പ്രവർത്തനം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ഭയം മൂലം അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളുന്നതാണ്. അതല്ലാതെ തെറ്റ് ചെയ്തിട്ടുള്ള ആളുകളല്ല, മറിച്ച് നന്മ ചെയ്ത ആളുകൾ തന്നെയും എന്റെ പ്രവർത്തനം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ചിന്തയിൽ ഭയപ്പാടുള്ള ആളുകളായിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്. അലി റളിയല്ലാഹു അൻഹു നമ്മളോടായി ആവശ്യപ്പെടുന്ന കാര്യം, കൂനൂ ലിഖുബൂലിൽ അമലി അശദ്ദ ഇഹ്തിമാമ. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനത്തെ സ്വീകരിക്കുക എന്നുള്ളതിൽ ധാരാളമായി പ്രാധാന്യം കാണേണ്ടതുണ്ട്. അത് എത്ര പ്രവർത്തിച്ചു എന്നുള്ളതിലുള്ള പ്രാധാന്യത്തെക്കാൾ അപ്പുറത്തേക്ക് നിങ്ങളുടെ പ്രവർത്തനം എത്രത്തോളം അല്ലാഹു സ്വീകരിച്ചു എന്നുള്ളതിൽ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കേണ്ടതുണ്ട്, പ്രാധാന്യം നൽകേണ്ടതുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങളും കേട്ടിട്ടില്ലേ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സ്വീകരിക്കുന്നത് തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ്. അല്ലാഹു സ്വീകരിക്കുന്നത് തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ 2 മക്കളുടെ ചരിത്രം പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്നും അതാണ്. അല്ലാഹു സ്വീകരിക്കുന്നത് തഖ്വയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങൾ, ചോദ്യങ്ങൾക്ക് അതേ എന്നുള്ള ഉത്തരമാണ് നമുക്ക് ലഭിച്ചത് എങ്കിൽ, തഖ്വ നേടിയെടുക്കുവാൻ സാധിച്ചുവെങ്കിൽ, മഗ്ഫിറത്ത് നേടിയെടുക്കുവാൻ സാധിച്ചുവെങ്കിൽ, അതോടൊപ്പം തന്നെ സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിച്ചുവെങ്കിൽ, അതിന്റെ തുടർച്ചകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആ തുടർച്ചകളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. നമ്മളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതിന്റെ അടയാളങ്ങളാണ് അൽ ഹസനത്തു ബഅദൽ ഹസന. നന്മകൾക്ക് ശേഷം വീണ്ടും നന്മകളിലേക്ക് പോകുക, കൂടുതലായ നന്മകളിലേക്ക് നമ്മൾ എത്തിച്ചേരുക. മറ്റൊന്ന് ഇൻഷിറാഹു സ്വദ്രി ലിൽ ഇബാദ. ഇബാദത്തിന് വേണ്ടി, ആരാധനകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മളുടെ നഫ്സിനെ നമ്മൾ തയ്യാറാക്കുക, നമ്മളുടെ ഹൃദയത്തെ അതിനു വേണ്ടി നമ്മൾ വിശാലമാക്കി നിർത്തുക. മറ്റൊന്ന് അത്തൗബത്തു മിനദ്ദുനൂബ്. ധാരാളം തെറ്റുകളിൽ നിന്ന് അള്ളാഹുവിനോട് നിരന്തരം തൗബ ചെയ്തുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ അള്ളാഹു എൻ്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ള വേവലാതി ഉണ്ടാവുക. ഈ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സഹോദരങ്ങളെ, ഒരിക്കലും മടി നമ്മളെ ബാധിക്കുകയില്ല, മതിയായി എന്നുള്ള തോന്നൽ നമ്മളെ ബാധിക്കുകയില്ല. മറിച്ച് എനിക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ചിന്തയുണ്ടാകുക. ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്ത് വേണം? ചില കാര്യങ്ങളോട് നമ്മൾ വേഗത്തിൽ പോകേണ്ടി വരും. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നമുക്ക് പലപ്പോഴും വേഗതയുണ്ടാകും. ഒരു സ്ഥലത്തെത്താനും വീട്ടിലെത്താനും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നമ്മളുടെ കാര്യങ്ങൾ നടക്കാനുമൊക്കെ വേഗത തേടുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ ഖുർആൻ സൂചിപ്പിക്കുന്നു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നിങ്ങൾ റബ്ബിങ്കിലേക്കുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ വേഗത കൂട്ടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സ്വർഗത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ ചെല്ലേണ്ടതുണ്ട്. അതോടൊപ്പം ഏതെങ്കിലും കാര്യത്തിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ കാര്യത്തിൽ മത്സരിക്കുവാൻ അല്ലാഹു ആവശ്യപ്പെടുന്നുണ്ട്. ഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. സഹോദരങ്ങളെ, തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ നന്മകളിൽ മത്സരിച്ചുകൊണ്ട് മഗ്ഫിറത്തിനും അതോടൊപ്പം തന്നെ സ്വർഗത്തിലേക്കുള്ള എത്തിച്ചേരാനുള്ള പ്രവർത്തനങ്ങൾക്കും കൂടുതലായി വേഗത നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. സ്വർഗമാണ് നമ്മളുടെ ലക്ഷ്യം. ആ ലക്ഷ്യമുള്ള ആളുകൾ ദുനിയാവിലെ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ആരാധനകൾ അവസാനിപ്പിക്കുന്നവരായിരിക്കുകയില്ല, മറിച്ച് ആരാധനകൾ തുടർന്നു കൊണ്ടുപോകുന്ന ആളുകളായിരിക്കും. അങ്ങനെ തഖ്വ നേടിയെടുത്തവരായി, മഗ്ഫിറത്ത് നേടിയെടുത്തവരായി ധാരാളം നന്മകളുമായി റബ്ബിനെ കണ്ടുമുട്ടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.
അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളക്കണക്കിന് പ്രവർത്തനങ്ങൾ ഈ പരിശുദ്ധ റമളാൻ മാസത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അവിടെയൊന്നും നമ്മൾ മറ്റൊന്നും ഉദ്ദേശിച്ചു കൊണ്ടല്ല ചെയ്തിട്ടുള്ളത്, മറിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൻ്റെ പ്രതിഫലവും മാത്രം ഉദ്ദേശിച്ചു കൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും നാളെ പരലോകത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് എത്തുവാൻ പറ്റുന്ന പാകത്തിലേക്ക് ആ പ്രവർത്തനങ്ങൾ ആക്കിത്തരികയും ചെയ്യുമാറാകട്ടെ. ഒരുപാട് സമ്പത്ത് ഈ റമളാൻ മാസത്തിൽ ചെലവഴിച്ച ആളുകളാണ് നമ്മൾ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, ആ സമ്പത്ത് ചെലവഴിച്ചത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ നാഥ. നന്മകൾ, തുടർച്ചയുള്ള നന്മകൾ ധാരാളമായി ചെയ്യുവാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റബ്ബെ. മക്കളിലും ഇണകളിലും അള്ളാഹുവെ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബെ. ഈ റമളാനിലും അതിൻ്റെ മുമ്പുമൊക്കെ നമ്മളോട് വിട പറഞ്ഞു പോയിട്ടുള്ള ധാരാളക്കണക്കിന് ആളുകളുണ്ട്. അള്ളാഹുവെ, അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ റബ്ബെ. അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റബ്ബെ. പലരുടെയും മനസ്സിൽ വേവലാതിയുണ്ട്, ആശങ്കയുണ്ട്, ലോകത്തിൽ അസമാധാനമുണ്ട്. അള്ളാഹുവെ, മനസ്സകങ്ങളിൽ വേവലാതിയും ആശങ്കയും അകറ്റി സമാധാനം നിലനിർത്തി കൊടുക്കണമേ നാഥ. അള്ളാഹുവെ, ലോകത്ത് സമാധാനത്തിനുള്ള നിലനിൽപ്പ് നീ ഉണ്ടാക്കി കൊടുക്കണമേ റബ്ബെ. അള്ളാഹുവെ, നാളെ പരലോകത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകളെ നരകത്തിലേക്കും ഒരു വിഭാഗം ആളുകളെ സ്വർഗത്തിലേക്കുമാക്കി തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ആനയിക്കപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നേരത്തെ സൂചിപ്പിച്ച പോലെ പുത്തൂർമഠത്തുള്ള